ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ടീം ലക്ഷ്യയുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. SCRT ചോദ്യങ്ങളിൽ മാർക്ക് ഉറപ്പിക്കാൻ ആഗ്രഹിക്കുന്ന PSC ഉദ്യോഗാർത്ഥികൾക്കായി ലക്ഷ്യ സോഷ്യൽ സയൻസിന്റെ SCRT റാങ്ക് ഫയൽ പബ്ലിഷ് ചെയ്തു കഴിഞ്ഞു. ഇനി സോഷ്യൽ സയൻസിൽ നിന്ന് വരുന്ന എല്ലാ SCRT ചോദ്യങ്ങളുടെയും ഉത്തരം നിങ്ങൾക്ക് ഉറപ്പായിട്ടും എഴുതാൻ കഴിയുന്ന തരത്തിലാണ് ഞങ്ങളുടെ ഈ റാങ്ക് ഫയൽ പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. SCRT ബേസ് ചെയ്ത് ഒരുപാട് പാഠപുസ്തകങ്ങൾ നിലവിൽ നമ്മുടെ മാർക്കറ്റിൽ ലഭ്യമാണ്. അപ്പോൾ ഒരു ഉദ്യോഗാർത്ഥി എന്തുകൊണ്ട് ലക്ഷ്യയുടെ റാങ്ക് ഫയൽ പ്രിഫർ ചെയ്യണം? ലക്ഷ്യയുടെ SCRT റാങ്ക് ഫയൽ മുമ്പ് നിങ്ങൾ വാങ്ങിയവരാണെങ്കിൽ നമുക്കൊരു ഇൻട്രൊഡക്ഷന്റെ ആവശ്യം ഇല്ല. കഴിഞ്ഞ SCRT ടെക്സ്റ്റ് ബുക്ക് ലക്ഷ്യയുടേതാണ് നിങ്ങൾ പഠിച്ചതെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ വീണ്ടും വാങ്ങുന്നത് ലക്ഷ്യയുടെ റാങ്ക് ഫയൽ തന്നെയായിരിക്കും. ആ ഉദ്യോഗാർത്ഥികളോട് പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല. എന്നാൽ ആദ്യമായിട്ട് PSC പഠിക്കുന്നു, SCRTയുടെ ചോദ്യങ്ങൾ ഉറപ്പായിട്ടും നേടണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു ഉദ്യോഗാർത്ഥിയാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ എന്തുകൊണ്ട് ലക്ഷ്യയുടെ SCRT റാങ്ക് ഫയൽ പ്രിഫർ ചെയ്യണം? അതിന്റെ ഒന്നാമത്തെ കാരണം, SCRTയിലെ സോഷ്യൽ സയൻസിൽ വരുന്ന എല്ലാ അധ്യായങ്ങളും അതും ചിട്ടയോടുകൂടി പൂർണ്ണമായും ഉൾപ്പെടുത്തിയാണ് നമ്മൾ റാങ്ക് ഫയൽ പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. അതായത് SCRT ടെക്സ്റ്റ് ബുക്കിൽ എന്തുണ്ടോ അതിൽ വരുന്ന എല്ലാ വസ്തുതകളും നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. SCRTയിലെ പ്രധാനപ്പെട്ട ഫാക്ട് എന്ന് പറഞ്ഞ് കുറച്ച് ഫാക്ട് മാത്രം ഉൾപ്പെടുത്തി ഇറക്കുന്ന റാങ്ക് ഫയൽ അല്ല ഇത്. യഥാർത്ഥത്തിൽ നമ്മുടെ റാങ്ക് ഫയൽ ഉപയോഗിച്ച് സ്കൂളിൽ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിക്ക് പോലും സിലബസ് പൂർണ്ണമായിട്ടും കവർ ചെയ്യാൻ പറ്റും. കാരണം നമ്മൾ ഇതിൽ നിന്ന് ഒന്നും ഒഴിവാക്കിയിട്ടില്ല. SCRT ചാപ്റ്ററുകൾ എല്ലാം തന്നെ പൂർണ്ണമായും കവർ ചെയ്തുകൊണ്ടാണ് ഞങ്ങൾ ഈ റാങ്ക് ഫയൽ തയ്യാറാക്കിയിരിക്കുന്നത്. രണ്ടാമത്തെ പ്രത്യേകത, എല്ലാ ചാപ്റ്ററുകളിൽ നിന്നും മിക്സ് ചെയ്തല്ല നമ്മൾ ഇതിനു വേണ്ടി നോട്ട്സ് തയ്യാറാക്കിയിരിക്കുന്നത്. ഓരോ ചാപ്റ്ററും ഇൻഡിവിജ്വൽ ആയിട്ട് സെലക്ട് ചെയ്ത് ആ ചാപ്റ്ററിലുള്ള മുഴുവൻ വസ്തുതകളും ഡീറ്റെയിൽഡ് ആയിട്ട് ഉൾപ്പെടുത്തിയാണ് ഈ പുസ്തകം പുറത്തിറക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ റാങ്ക് ഫയൽ കൃത്യമായിട്ടൊരു ഇൻഡെക്സ് ഉണ്ടാവും. നിങ്ങൾക്ക് ആദ്യം ആ ഇൻഡെക്സ് പരിശോധിച്ചതിന് ശേഷം നിങ്ങളുടെ പഠനം ആരംഭിക്കാം. ഈ പുസ്തകത്തിൽ ആദ്യം നൽകിയിരിക്കുന്നത് 5ാം ക്ലാസ്സിലെ SCRT ചാപ്റ്ററുകളുടെ വിശകലനമാണ്. അതിൽ 5ാം ക്ലാസ്സിലെ ഫസ്റ്റ് പാർട്ടിന്റെയും സെക്കൻഡ് പാർട്ടിന്റെയും സെപ്പറേറ്റ് ആയിട്ട് നൽകി ഓരോ ചാപ്റ്ററുകളും കൃത്യമായിട്ട് അതേ ഓർഡറിൽ നൽകിയാണ് ഞങ്ങൾ ഈ പുസ്തകം തയ്യാറാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇൻഡെക്സ് അടിസ്ഥാനത്തിൽ കൃത്യമായിട്ട് ഓരോ ചാപ്റ്ററും പഠിച്ച് തീർക്കാൻ കഴിയും. നമ്മൾ SCRT അധ്യായങ്ങൾ അതേപടി എടുത്ത് ഒരു പുസ്തകമാക്കുകയല്ല ചെയ്തത്. പകരം ഓരോ SCRT അധ്യായങ്ങളും കൃത്യമായിട്ട് വിശകലനം ചെയ്ത് ഒരു PSC ഉദ്യോഗാർത്ഥിക്ക് അതെങ്ങനെ ഉപയോഗപ്പെടും എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ തയ്യാറാക്കിയിരിക്കുന്നത്. അതായത് ഒരു PSC പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന ആൾക്ക് ഇത് എങ്ങനെ സിമ്പിൾ ആയിട്ട് മനസ്സിലാവും, എങ്ങനെ ഇത് വളരെ ക്ലാരിറ്റിയിൽ ഇത് മനസ്സിലാവും, എങ്ങനെ വേഗത്തിൽ ഇത് പഠിച്ചെടുക്കാൻ പറ്റും. ഇതാണല്ലോ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആ രീതിയിലാണ് നമ്മൾ ഈ റാങ്ക് ഫയൽ തയ്യാറാക്കിയിരിക്കുന്നത്. അതിന്റെ ചില ഉദാഹരണങ്ങൾ, നമ്മൾ ഇതിലെ പ്രധാനപ്പെട്ട നോട്ട്സുകളെല്ലാം തന്നെ സ്റ്റേറ്റ്മെന്റ് ചോദ്യങ്ങൾ അറ്റൻഡ് ചെയ്യാൻ പാകത്തിനാണ് നൽകിയിരിക്കുന്നത്. ക്വസ്റ്റ്യൻ ആൻസർ എന്ന രീതിയിൽ പഴയ പരീക്ഷകൾക്ക് ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ ഭൂരിഭാഗം ചോദ്യങ്ങളും സ്റ്റേറ്റ്മെന്റ് വൈസ് ആണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ നിങ്ങൾക്ക് പഠിക്കാൻ എളുപ്പത്തിനും എന്നാൽ സ്റ്റേറ്റ്മെന്റ് രീതിയിൽ ചോദ്യങ്ങൾ എങ്ങനെ ടാക്കിൾ ചെയ്യണം എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഈ നോട്ട്സ് തയ്യാറാക്കിയിരിക്കുന്നത്. നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണുന്നത് നമ്മുടെ റാങ്ക് ഫയലിന്റെ നോട്ട്സ് ആണ്. ആ നോട്ട്സ് സ്റ്റേറ്റ്മെന്റ് രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. പക്ഷെ വായിച്ചാൽ അത് സിമ്പിളാണ്, നിങ്ങൾക്കത് കൃത്യമായിട്ട് മനസ്സിലാവുകയും ചെയ്യും. സ്റ്റേറ്റ്മെന്റ് ചോദ്യങ്ങൾ അറ്റൻഡ് ചെയ്യാൻ ഇതിലൂടെ പറ്റുകയും ചെയ്യും. രണ്ടാമത്തെ ഒരു കാര്യം, ജോഗ്രഫി പോലുള്ള ചില സബ്ജക്റ്റുകൾക്ക് ജസ്റ്റ് ഒരു നോട്ട് മാത്രം മതിയാവില്ല. കൃത്യമായിട്ട് നമുക്ക് മാപ്പിലൂടെയും പിക്ചറിലൂടെയും ഡയഗ്രാമിലൂടെയും പറഞ്ഞു തന്നാൽ മാത്രമേ അത് മനസ്സിലാവത്തുള്ളൂ. നമ്മുടെ റാങ്ക് ഫയലിൽ കൃത്യമായിട്ട് ജോഗ്രഫി പോലുള്ള സബ്ജക്റ്റുകൾ മാപ്പ് നൽകി, ഡയഗ്രാം നൽകി, പിക്ചർ നൽകിയാണ് നിങ്ങളെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു ക്ലാസ് കിട്ടുന്ന ഒരു എഫക്റ്റ് ആയിരിക്കും നമ്മുടെ SCRT റാങ്ക് ഫയൽ വായിച്ചാൽ നിങ്ങൾക്ക് ഉണ്ടാവുന്നത്. പോയിന്റുകളെല്ലാം കൃത്യമായി ഓർത്തെടുക്കാനും ഇങ്ങനെ മാപ്പും പിക്ചറും ഡയഗ്രാമും ചേർത്തുള്ള നോട്ട്സുകൾ നിങ്ങളെ സഹായിക്കും. പിന്നീട് എടുത്തു പറയേണ്ട ഒരു കാര്യം, SCRTയിൽ ഒരുപാട് ചാപ്റ്ററുകളുണ്ട്. ആ ഒരുപാട് ചാപ്റ്ററുകളിൽ എല്ലാ ചാപ്റ്ററും ഇമ്പോർട്ടൻറ്റുമാണ്. എന്നാൽ ഇമ്പോർട്ടൻറ്റ് ചാപ്റ്ററുകൾക്കകത്ത് ഒരു PSC പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ചില പ്രധാനപ്പെട്ട മേഖലകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കാരണം PSC ചോദ്യകർത്താവിൻ്റെ ശ്രദ്ധ പിടിച്ചു പറ്റുന്ന ചില മേഖലകൾ, ആ മേഖലകൾ നമ്മൾ പ്രത്യേകം സോർട്ട് ഔട്ട് ചെയ്തിട്ട് സ്പെഷ്യൽ ഹെഡിൽ റാങ്ക് ഫയലിൽ നൽകിയിട്ടുണ്ട്. അപ്പോൾ ആ ഹെഡ് കാണുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളാം, ഇതിൽ നിന്ന് ഉറപ്പായിട്ട് ചോദ്യം വരും, ഉറപ്പായിട്ട് ഇതിൽ നിന്ന് ചോദ്യം ഉണ്ടാവും. നമ്മൾ എന്ത് പഠിച്ചില്ലെങ്കിലും ഈ ഹെഡിലുള്ള കാര്യമെങ്കിലും അറ്റ്ലീസ്റ്റ് വായിച്ചിട്ട് പോയാൽ 50% മാർക്ക് ഉറപ്പിക്കാനും പറ്റും.
അങ്ങനെ ഒരു PSC ഉദ്യോഗാർത്ഥി പ്രത്യേകം ശ്രദ്ധ കൊടുത്ത് പഠിക്കേണ്ട ഭാഗങ്ങൾ പ്രത്യേക ഹെഡിൽ നൽകിയിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് ഒരുപാട് ഉപകാരപ്പെടും. അതിനൊരു ഉദാഹരണം ഞാൻ പറയാം. 8ാം ക്ലാസ്സിൽ ഒരു ചാപ്റ്റർ പഠിക്കാനുണ്ട്, ദേശീയ പ്രസ്ഥാനം കേരളത്തിൽ. അതൊരു വലിയൊരു SCRT ചാപ്റ്റർ ആണ്. പക്ഷേ PSC പഠിക്കുന്ന ഒരാൾ ആദ്യമായിട്ടാണ് PSC മേഖലയിലേക്ക് വരുന്നത്. അപ്പൊ ആ ചാപ്റ്റർ ഫുള്ള് പഠിക്കണം. പക്ഷേ ആ ഉദ്യോഗാർത്ഥിക്ക് ഒരു സംശയം വരും, ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഏതൊക്കെയായിരിക്കും, എനിക്ക് പെട്ടെന്നൊന്ന് റിവിഷൻ നടത്തണം. അതുകൊണ്ട് PSC പരീക്ഷയ്ക്ക് ഏറ്റവും അത്യാവശ്യമായ ഈ ചാപ്റ്ററിലെ ചില മേഖലകൾ ഏതൊക്കെയാണെന്ന് ഒന്ന് പറയാമോ എന്ന് ചോദിച്ചാൽ നമ്മുടെ റാങ്ക് ഫയലിൽ അത് പ്രത്യേകം ഹെഡ് തിരിച്ചു കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ ദേശീയ പ്രസ്ഥാനം കേരളത്തിൽ നിന്നും നമ്മൾ ഹെഡ് തിരിച്ചു കൊടുത്തിരിക്കുന്ന 3 എക്സാമ്പിളാണ് ഞാൻ നൽകിയിരിക്കുന്നത്. PSC പഠിച്ചിട്ടുള്ളവർക്ക് കറക്റ്റായിട്ട് അറിയാം. ഏറ്റവും കൂടുതൽ ചോദ്യം വന്ന മേഖലയാണ് 1 ശ്രീരംഗപട്ടണം ഉടമ്പടി, 2 സവർണ ജാഥ, 3 ആധുനിക കാലത്തെ മഹാത്ഭുതം എന്നറിയപ്പെട്ട ക്ഷേത്രപ്രവേശന വിളംബരം. PSC പഠിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് അറിയാം, 3 പരീക്ഷ എടുക്കുമ്പോൾ ഒരു പരീക്ഷയിൽ ഇതിൽ ഏതെങ്കിലും ഒരു മേഖല എന്നൊരു ചോദ്യം ഉണ്ടാവും. അപ്പൊ അത്രയും ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ട് നമ്മളത് സെപ്പറേറ്റ് ഹെഡായിട്ട് തിരിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ അധിക വായനയ്ക്ക് എന്ന് പറഞ്ഞ് നമ്മൾ കുറച്ച് പോയിന്റ്സ് അഡീഷണൽ ആഡ് ചെയ്തിട്ടുണ്ട്. അത് SCRT ഫാക്റ്റിന് പുറമെ അഡീഷണൽ. അതായത് നമ്മൾ ഈ നോട്ട്സ് തയ്യാറാക്കുന്ന സമയത്ത് അധ്യാപകരെ കൂടി ഉൾപ്പെടുത്തിയാണ് നമ്മുടെ റാങ്ക് ഫയൽ പ്രസിദ്ധീകരിക്കുന്നത്. അപ്പോൾ ഇതിൽ ഓരോ SCRT അധ്യായവും ലക്ഷ്യയിലെ ഓരോ അധ്യാപകനും വായിച്ചു നോക്കും. അപ്പൊ അധ്യാപകന്റേതായ ചില ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചില കോൺട്രിബ്യൂഷൻസ് ഇതിനകത്ത് ഇടും. അതായത് SCRT ഫുൾ ഉണ്ട്, പക്ഷേ ഈ മേഖലയിൽ നിന്ന് SCRTക്ക് പുറമെ ഏറ്റവും കൂടുതൽ ചോദിക്കാൻ സാധ്യതയുള്ള ചില മേഖലകൾ കൂടി അവർ ഉൾപ്പെടുത്തും. അധ്യാപകരുടെ ഒരു കോൺട്രിബ്യൂഷൻ അത് നമ്മൾ അധിക വായനയ്ക്ക് എന്ന പേരിലാണ് ആ ടെക്സ്റ്റ് ബുക്കിൽ നൽകിയിരിക്കുന്നത്. നിങ്ങൾക്ക് ഉയർന്ന റാങ്ക് നേടാൻ സഹായകമാകും. റാങ്ക് മേക്കിംഗ് പോയിന്റ്സുകളായിരിക്കും. അതിനുശേഷം സ്ക്രൂട്ടനൈസിംഗ് സീരീസ് എന്നൊരു സെക്ഷൻ നമ്മൾ റാങ്ക് ഫയലിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതായത് നിലവിലുള്ള PSC പരീക്ഷകളിൽ ഈ ചേരുംപടി ചേർക്കുക, തെറ്റായ ജോഡി, അങ്ങനെയൊക്കെയുള്ള ചില ചോദ്യങ്ങൾ വരുമല്ലോ. അത് ഒരു SCRT അധ്യായത്തിൽ നിന്ന് എങ്ങനെ ചോദിക്കാം, അല്ലെങ്കിൽ ഈ SCRT അധ്യായത്തിൽ നിന്ന് ചേരുംപടി ചേർക്കുക എന്ന ചോദ്യം വരാൻ സാധ്യത ഏത് മേഖലയിൽ നിന്നാണ്. അതിൻ്റെ എക്സാമ്പിൾ ആയിട്ട് ഒരു സ്ക്രൂട്ടനൈസിംഗ് സീരീസ് എന്ന് പറഞ്ഞാൽ നമ്മൾ തന്നെ ഒരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ടാവും. നിങ്ങൾക്ക് അതിന്റെ ആൻസർ കണ്ടുപിടിച്ചിട്ട് താഴത്തെ ആൻസറുമായിട്ട് ചെക്ക് ചെയ്യാനും കഴിയും. അപ്പൊ അത് വളരെ യൂസ്ഫുൾ ആണ്. ഒരു എക്സസൈസ് പോലെ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു കാര്യമാണ്. മറ്റു ചില പ്രധാനപ്പെട്ട മേഖലകൾ, പ്രത്യേക ശ്രദ്ധ കൊടുക്കേണ്ട റാങ്ക് മേക്കിംഗ് ആയ റയർ ഫാക്റ്റുകളും പെട്ടെന്ന് പഠിച്ചെടുക്കേണ്ടതായ വസ്തുതകൾ സ്മാർട്ട് ഡാബ് എന്ന പേരിലും ക്വിക്ക് ലുക്ക് എന്ന പേരിലും ഇൻട്യൂബറ്റബിൾ സീരീസ് എന്ന പേരിലും നമ്മൾ നൽകിയിട്ടുണ്ട്. ഇത് സ്പെഷ്യൽ ഹെഡ് ആയതുകൊണ്ട് തന്നെ നിങ്ങളെ ശ്രദ്ധ ഇതിൽ പതിയുകയും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ മാർക്ക് ലഭിക്കുന്നതായിട്ടുള്ള പോർഷൻ നിങ്ങളുടെ മെമ്മറിയിൽ സൂക്ഷിക്കപ്പെടുകയും ചെയ്യും. ഇങ്ങനെ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടും ഡീറ്റെയിൽഡ് ആയിട്ടുമാണ് നമ്മുടെ SCRT റാങ്ക് ഫയൽ തയ്യാറാക്കിയിരിക്കുന്നത്. SCRTയുടെ പുതിയ പാഠപുസ്തകം വന്ന ഉടനെ തന്നെ വേണമെങ്കിൽ ലക്ഷ്യ പബ്ലിക്കേഷന് ഒരു റാങ്ക് ഫയൽ പെട്ടെന്ന് തന്നെ പുറത്തിറക്കാമായിരുന്നു. പക്ഷേ കഴിഞ്ഞ SCRT ക്ലാസ് റൂം ഉദ്യോഗാർത്ഥികൾക്ക് എത്രമാത്രം ഉപയോഗപ്രദമായിരുന്നു എന്ന് നമുക്കറിയാം. അപ്പോൾ ആ SCRT ക്ലാസ് റൂമിനോടൊപ്പമോ അല്ലെങ്കിൽ അതിന് മുകളിലോ നിൽക്കുന്ന ഒരു SCRT റാങ്ക് ഫയൽ എന്നുള്ളതായിരുന്നു ലക്ഷ്യയുടെ ആഗ്രഹം. അതുകൊണ്ടാണ് കുറച്ച് സമയം എടുത്തിട്ടായാലും നമ്മൾ ഏറ്റവും നല്ല റാങ്ക് ഫയൽ തന്നെ മാർക്കറ്റിലേക്ക് നൽകുന്നത്. PSC പഠിക്കുന്ന ഒരു ഉദ്യോഗാർത്ഥി എന്ന നിലയിൽ നിങ്ങൾക്ക് SCRTയുടെ സോഷ്യൽ സയൻസിലെ ചോദ്യങ്ങൾ മാർക്ക് ഉറപ്പിക്കാൻ യാതൊരുവിധ ടെൻഷനും കൂടാതെ യാതൊരുവിധ ഡൗട്ടും ഇല്ലാതെ തന്നെ ലക്ഷ്യയുടെ റാങ്ക് ഫയൽ വാങ്ങാവുന്നതാണ്. ഉറപ്പാണ്, നിങ്ങൾ പഠിച്ചതിന് ശേഷം പറയും SCRT ചോദ്യങ്ങൾ എനിക്ക് കിട്ടിയത് ലക്ഷ്യയുടെ SCRT റാങ്ക് ഫയൽ പഠിച്ചിട്ടാണ്. നിങ്ങൾക്ക് ധൈര്യപൂർവ്വം ലക്ഷ്യയുടെ റാങ്ക് ഫയൽ വാങ്ങാവുന്നതാണ്. ഞങ്ങളുടെ ഓൺലൈൻ വെബ്സൈറ്റിലും ഇത് ലഭ്യമാണ്. മാർക്കറ്റിലെ പ്രധാനപ്പെട്ട എല്ലാ ബുക്ക് സ്റ്റോളുകളിലും ഇത് ലഭ്യമാണ്. ഉടൻ തന്നെ ലക്ഷ്യയുടെ SCRT റാങ്ക് ഫയൽ വാങ്ങുക, നന്നായി പഠിക്കുക, ഉടൻ തന്നെ ഗവൺമെന്റ് സർവീസിലേക്ക് പ്രവേശനം നേടുക. എല്ലാവിധ ആശംസകളും. നന്ദി.